ഇനി മലപ്പുറത്ത് ഒരു സൗജന്യ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഓർഡിനറി ബസ്സിൽ വർഷ ഗിരീഷുണ്ട്. വർഷ കൂടി നമുക്കിപ്പം ചേരുന്നു. വർഷ, ഒരുപാട് സ്ത്രീകളുള്ള ജില്ലയാണ് മലപ്പുറം. ഒരുപക്ഷെ ഒരുപാട് ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്. അവിടെ വളരെ കുറച്ച് ബസ്സുകളേ ഉള്ളൂ എന്നുള്ള പരാതിയുണ്ട്. കൂടുതൽ വിവരങ്ങൾ. അതേ സ്കേൻ, ആ പരാതി നിലനിൽക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ പരിമിതമായ KSRTC സൗകര്യം മാത്രമാണുള്ളത്. അത് എത്രയും പെട്ടെന്ന് മെച്ചപ്പെടുത്തണമെന്നുള്ള ആവശ്യം എന്തായാലും ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് എല്ലാവരും സ്ത്രീ യാത്രക്കാരെല്ലാം വളരെ വലിയ സന്തോഷത്തിലാണ്. ഇന്ന് ആദ്യമായി, കേരള ചരിത്രത്തിൽ ആദ്യമായി ഇതാ സ്ത്രീകൾ സൗജന്യമായി ബസ്സിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഇന്നിപ്പോൾ മലപ്പുറം ഡിപ്പോയിൽ മന്ത്രി AP അനിൽകുമാറാണ് ഈ സൗജന്യ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വനിതാ യാത്രക്കാരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഇതുപോലൊരു അനുഭവം അവർക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, ടിക്കറ്റ് കിട്ടിയോ? വളരെയധികം സന്തോഷം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ എനിക്ക് അനുഭവം ഉണ്ടായത്. വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ യാത്രക്ക് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എവിടേക്കാ പോകുന്നത്? പോകുന്നത് കൂട്ടിലങ്ങാടിയിലേക്കാണ്. കൂടുതൽ പോകണം എന്നുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. നിലവിൽ പാനക്കയം പഞ്ചായത്തിലെ മെമ്പറായി തുടരാൻ, എന്നാലും യാത്ര തുടരാനാണ് ആഗ്രഹം. അതാണ് എസ് കെ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പാലക്കാടേക്ക് പോകുന്ന ബസ്സാണ് മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത്. ചേച്ചി, എന്ത് തോന്നുന്നു? ഒരു പുതിയ വളരെയധികം സന്തോഷം. അതിലുപരി ഒരു വനിതയായാൽ അഭിമാനം. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അത് ഒരുപാട് സ്ത്രീകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് UDF ഗവൺമെന്റ് എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. 5 ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞതിൽ ഇത് ഏറ്റവും ആദ്യത്തെ ഗ്യാരണ്ടിയാണ്. അത് വളരെ അഭിമാനപൂർവ്വം വളരെ വേഗം തന്നെ നടപ്പിലാക്കിയ സർക്കാരിന് അഭിവാദ്യങ്ങൾ. മലപ്പുറത്ത് നിന്നുള്ള ഒരു വീട്ടമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. KSRTC ഓർഡിനറി സർവീസിൽ യാത്ര ചെയ്യുകയാണവർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.